ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ചെമ്മീൻ, നല്ല ഉണക്ക ചെമ്മീൻ കിട്ടിയേ. ഒരു 150 ഗ്രാം ഉണ്ട്. ഉണക്ക ചെമ്മീനും കുമ്പളങ്ങയും ഇട്ടിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ഉണക്ക ചെമ്മീൻ എല്ലാം ഇതൊക്കെ കളിപ്പം ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുന്ന ചെമ്മീൻ കിട്ടുന്നുണ്ട്, അത് മേടിക്കാം. അതൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ നിട്ടണേ, എന്നിട്ട് എടുക്കണം. അങ്ങനെ എടുത്തതാണിത്. അപ്പോൾ ഇതൊരു ചട്ടിയിലോട്ടിടാം. ഇനി ഇതിനകത്ത് ഒരു 1/2 കിലോ കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങ ഞാൻ നിങ്ങളാണ് അരിഞ്ഞേക്കുന്നത്. കഷ്ണമായിട്ട് വരെ ഏത് രീതിയിലാണല്ലോ അരിയേ, അത് ഇട്ടിട്ട്. ഇനി ഇതിനകത്ത് 2 ഇടത്തരം കിഴങ്ങ്, അതും ഇതിനകത്തിട്ടെ. ഇതിനകത്ത് ഒരു 10-15 ഉള്ളി രണ്ടായിട്ട് അരിഞ്ഞതേ, അതും ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു 3 പച്ചമുളക്, അത് ഇട്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണമെങ്കിൽ ഇടാം നമുക്ക്. അതിനകത്ത് കുറച്ച് വെള്ളം. ഇത് സ്റ്റൗ കത്തിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതിങ്ങോട്ട് വെക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 4-5 മിനിറ്റ് തീ ഉറയ്ക്കൊന്നും വേണ്ട, ഫുൾ തീ തന്നെ കിടക്കേ. ഇതൊന്ന് വേവട്ടെ. ഇനി നമുക്കിതിനൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. നമ്മളെ കുമ്പളങ്ങ നോക്കാം. ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ഇടത്തരം തക്കാളി അതിട്ട് കൊടുക്കും. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, കഷ്ണമൊക്കെ ഒരുവിധം വെന്ത് നോക്കട്ടെ. വെന്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതിനകത്ത് ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ മുറിയാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു വലുതും ചെറുതുമായിട്ട് ഒരു 8 പച്ചമുളക്. വലുതുകൊണ്ട് ചെറുതുണ്ട്. പിരിയമുളക്, പച്ചമുളകല്ല, പിരിയമുളക് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് ആയിക്കൊണ്ടേ. നമ്മൾ കഷ്ണങ്ങളൊക്കെ നോക്കെ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത് ഇപ്പോഴും ഒരു 2-3 മിനിറ്റ് ആയേ. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പം കൊണ്ടുവന്ന് അരച്ച് എടുത്ത തേങ്ങ കൂട്ടില്ലേ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേ.
ഇനി ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ പുളിയും കൂടി ഇട്ട് കൊടുക്കേ. പിന്നെ പുളിയൊക്കെ അവരവരുടെ ഇഷ്ടം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വേവട്ടെ. അല്ല, അരപ്പൊക്കെ ഒന്ന് വേവണ്ടേ. ഇനി നമുക്കിന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റൗ ഇത് കത്തിക്കും. പാത്രം ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കടുക് വറുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതെ, നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇതിന് ഇട്ട് കൊടുത്തിട്ട് ഒഴിക്കട്ടെ. നമുക്കിനി ഇത് നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ. ഇതൊന്ന് പൊട്ടട്ടെ. അത് തുറക്കാം. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്തോട്ട് 2 മുളക്. ഗ്യാസ് ഓഫാക്കാം. ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഗ്യാസ് ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ കറി നോക്കിയാലോ. നല്ല മണം. ഓക്കെ, നല്ല കുറുകുറായിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കുമ്പളങ്ങ കിഴങ്ങ് കറി. ഓക്കെ, കഷ്ണമൊന്നും വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ലേ. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തത്, കഷ്ണമല്ലാതെ. ഓക്കെ, അപ്പോൾ ഞാൻ താഴോട്ടെടുത്ത് വെക്കട്ടെ. കണ്ടില്ലേ, നമ്മളെ ചൂട് കുമ്പളങ്ങ ചെമ്മീൻ കിഴങ്ങ് കറി. നല്ല ടേസ്റ്റാണല്ലേ, നല്ല മണം. ചെമ്മീനല്ലേ, ഉണക്ക ചെമ്മീനല്ലേ, ഭയങ്കര മണമുണ്ട്, നല്ല ടേസ്റ്റായതേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം